2026 പ്രോസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ NSS പതുക്കെ UDF പാളയത്തിലേക്ക് വരുമ്പോൾ ഈ SNDP അകലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വിശ്വാസികൾക്ക് ഒരു പ്രശ്നം വന്നാൽ BJP മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. പുരോഗമനം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണെന്ന് CPM സൃഷ്ടിക്കുന്നത്. ഇത് രണ്ടിനെയും കോൺഗ്രസ് അംഗീകരിക്കുന്നത്. ഞാൻ 3-4 പേരുകൾ പറയാം. ഇവരിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് താങ്കളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഭരണപരമായി കഴിവ് തെളിയിച്ച ആളാണ്, നേതൃപരമായി കഴിവ് തെളിയിച്ച ആളാണ്, നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായ ആളാണ്. നമസ്കാരം. ഇന്റർവ്യൂവിൽ ശ്രീ അനൂപുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് കോൺഗ്രസിന് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ RSS അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ തീർത്താലും അതിനെയെല്ലാം മറികടക്കാനുള്ള ശേഷി പാർട്ടിക്കുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ താങ്കൾ വേറൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, UDF എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർ SNDPയുമായും അല്ലെങ്കിൽ NSSുമായും പ്രബല ഹൈന്ദവ സമുദായ സംഘടനകളുമായിട്ടൊക്കെ വളരെയധികം അടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായി കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിൽ? ഇത് കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ ഇത്തരം സാമൂഹിക സംഘടനകളുമായി ഉള്ളൊരു സംവാദാത്മകമായ ബന്ധത്തിലൂടെയാണ്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ 2 ജനറൽ സെക്രട്ടറിമാരെ മുഖ്യമന്ത്രിയാക്കിയൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സാമൂഹിക സംഘടനയുമായി ഇത്തരമൊരു ബന്ധം അവകാശപ്പെടാൻ കഴിയില്ല. C. കേശവൻ തിരുകൊച്ചിയിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം R. ശങ്കർ. SNDP യോഗം സെക്രട്ടറിമാരുടെ ഒരു നീണ്ട നിര പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് മുൻപ് വരെയുള്ള സെക്രട്ടറിമാർ, ഡോക്ടർ KK രാഹുലൻ വരെയുള്ള സെക്രട്ടറിമാർ, സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കുമാരനാശൻ്റെ കാലത്തൊന്നും കണ്ട രാഷ്ട്രീയമില്ല. അതിനുശേഷം വന്ന ഒരു ഏതാണ്ട് എല്ലാ ജനറൽ സെക്രട്ടറിമാരും കോൺഗ്രസ്സുകാരായിരുന്നു. MK രാഘവൻ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, MLA ആയിരുന്നു. KK രാഹുലൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ മത്സരിച്ച ആളാണ്, അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ഇഴവ സമുദായത്തിനകത്തെ ഒരു ഇൻ്റലക്ച്വലായ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സും എന്ന് പറയുന്ന അതിന് താഴെയുള്ള ആളുകളുണ്ട്. ഒരു വലിയ വിഭാഗം എന്ന് കോൺഗ്രസിൻ്റെ കൂടെയാണ് നിന്നത്. പലപ്പോഴും ഇവിടെയുള്ള നരേറ്റീവ് ഈഴവർ മൊത്തം CPM ആണ് എന്നുള്ളതാണ്. അതല്ല യാഥാർത്ഥ്യം. സഹോദരൻ അയ്യപ്പൻ മുതൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായ TK മാധവൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിനകത്ത് സജീവമായി പ്രവർത്തിച്ചൊരു ധാരയുണ്ട്. ഈ താങ്കൾ ഈ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപുള്ള കഥയാണ്. പക്ഷെ അതിനുശേഷം കഥ മാറിയില്ലേ? പൊതുവെ ഈഴവ സമൂഹം LDFനോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു ശരിയില്ലേ? അല്ല, അതിനകത്ത് ഞാനതിനകത്ത് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ 2000 AK ആന്റണി മുഖ്യമന്ത്രിയായി വരുന്ന 2000 ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അന്ന് ഈഴവ ജനസാമാന്യത്തിന് വൻതോതിലുള്ള പിന്തുണ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. അന്ന് 100 സീറ്റ് നേടിയ ഒരു വൻ ഭൂരിപക്ഷം ഇവിടെ ഏത് മുന്നണിക്ക് ലഭിച്ചാലും അതിൽ ഈഴവ സമുദായം ആരുടെ കൂടെ നിൽക്കുന്നോ അവർക്കാണ് കിട്ടുക. സ്വാഭാവികമാണ് കണക്ക് വെച്ച് നോക്കുമ്പോൾ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യാപരമായുള്ള ഒരു സമുദായത്തിൻ്റെ പിന്തുണ ഉണ്ടെങ്കിലാണ് വൻ ഭൂരിപക്ഷം ആർക്കും കിട്ടുമല്ലോ. ഇതിനകത്ത് അതിനെ അട്ടിമറിക്കാനുള്ള പല പരിശ്രമങ്ങളും പല ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ SNDPയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ജൈവ ബന്ധമാണ്. അവിടെ ഇപ്പോൾ ഈ നടക്കുന്ന വിവാദങ്ങൾക്കകത്ത് ഒരു വശത്ത് BJPയും ഒരു വശത്ത് CPMും SNDPയെ പോളറൈസ് ചെയ്ത്, ശ്രീനാരായണീയ സമൂഹത്തെ പോളറൈസ് ചെയ്ത് ഞങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടത്തുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ നോക്കിയാലും ഈ കഴിഞ്ഞ 2021 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നോക്കിയാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJPയുടെ വോട്ട്, ആറ്റിങ്ങൽ പോലെയുള്ള LDFന് അതിശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ പോലും SNDPക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം BJP ഭയങ്കരമായിട്ട് മുന്നേറുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു വശത്ത് BJP ഇതിനകത്ത് വിശ്വാസികളുടെ കുത്തക മുഴുവൻ അവകാശപ്പെടുകയാണ്. വിശ്വാസികൾ അതിൻ്റെയൊക്കെ മൊത്ത കച്ചവടാവകാശം ഞങ്ങൾക്കാണ് എന്ന് BJP കരുതുന്നു. അതേസമയം അപ്പുറത്ത് പുരോഗമന മൂല്യങ്ങളുടെയൊക്കെ കുത്തക ഞങ്ങൾക്കാണെന്ന് CPMും കരുതുന്നു. അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കി BJP വേഴ്സസ് CPM എന്ന് പറഞ്ഞാൽ പുരോഗമനം, BJP എന്ന് പറഞ്ഞാൽ വിശ്വാസം. പക്ഷേ ഈ പോളറൈസേഷൻ അനുവദിക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ പുരോഗമന മൂവ്മെൻറ്റ്സിൻ്റെയും, വൈക്കം സത്യാഗ്രഹമാകട്ടെ, ഗുരുവായൂർ സത്യാഗ്രഹമാകട്ടെ, ഇതിൻ്റെ ലെഗസി അവകാശപ്പെടാവുന്ന ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്.
ഇത്തരം പരിഷ്കരണങ്ങളൊക്കെ ഉണ്ടായത് കോൺഗ്രസിലൂടെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വാസികളെ കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അതിനെ എതിർത്ത ആളുകളുണ്ട്. വൈക്കം ക്ഷേത്രത്തിലേക്ക് ആളുകൾ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആ പറഞ്ഞ് ഇണ്ടന്തുരുത്തി മനയിലെ അന്നത്തെ പുരോഹിതനുമായി നമ്പൂതിരിയുമായി അദ്ദേഹവുമായി പോലും സംവദിക്കാൻ ഗാന്ധിജി തയ്യാറാകുന്നുണ്ട്. സവർണജാഥ നടത്തുന്നുണ്ട്. ഇതിനെതിർ നിൽക്കുന്ന വിശ്വാസങ്ങളെ കൂടി അംഗീകരിച്ചുകൊണ്ട് അവരെ പരിവർത്തനപ്പെടുത്താനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സമരം നടക്കുമ്പോൾ അന്നത്തെ പൊന്നാനി താലൂക്കിലെ സവർണ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് പ്രചരണം നടത്തി റഫറണ്ടത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ വിശ്വാസങ്ങളെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒറ്റയടിക്ക് കൊണ്ട് സംഘർഷാത്മകമായി പുരോഗമനം നടപ്പിലാക്കാമെന്ന് പറയുന്ന നിലപാട് കോൺഗ്രസിനില്ല. പരിഷ്കരണങ്ങൾ വേണം, പരിഷ്കരണത്തിന് കൂടെ നിൽക്കും. അതേസമയം ശബരിമല വിശ്വാസകാലത്തെ പോലെ എല്ലാ വിശ്വാസികളെയും എതിർപക്ഷത്ത് നിന്നുകൊണ്ട് വിശ്വാസികളെ അവമതിച്ചും അപഹസിച്ചും നിങ്ങളുമായി സംവാദം സാധ്യമല്ല എന്ന് പറയുന്ന നിലപാട് കോൺഗ്രസില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലപാട് സുവ്യക്തമാണ്. വിശ്വാസികളെ BJPക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അത്തരമൊരു പൊസിഷൻ ഞങ്ങൾ സ്വീകരിക്കും. BJP ആഗ്രഹിക്കുന്നതാണ് കേരളത്തിൽ വിശ്വാസികൾക്ക് ഒരു പ്രശ്നം വന്നാൽ BJP മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. പുരോഗമനം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണെന്ന് CPM സൃഷ്ടിക്കുന്നത്. ഇത് രണ്ടിനെയും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ SNDPയുടെ ഒരു ലൈനിനെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രബല സമുദായ സംഘടനയായ NSS കഴിഞ്ഞ കുറച്ചധികം നാളുകളായി, എസ്പെഷ്യലി സുകുമാരൻ നായർ ഇറ ആ ഒരു കാലഘട്ടം പരിശോധിച്ച് UDF-നോടൊപ്പം കൂടുതൽ അവർ കാലാകാലങ്ങളിൽ പല നയസമീപനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും UDF-നോട് പൊതുവെ അടുക്കാനായിട്ട് NSS ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എസ്പെഷ്യലി സുകുമാരൻ നായരുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് പെരുന്നേലും മന്നൻ ജയന്തി ആഘോഷം ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ NSS എപ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം അടുക്കാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ SNDP ലേശം ഒന്ന് അകലാൻ ശ്രമിക്കുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ 2026 പ്രോസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ NSS പതുക്കെ UDF പാളയത്തിലേക്ക് വരുമ്പോൾ ഈ SNDP അകലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാകുമോ? ഇത് രണ്ട് ഘടകങ്ങളുണ്ട്. സമുദായ സംഘടനകളുമായി രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തേണ്ട ഒരു അടുപ്പമുണ്ട്. ഒരു അടുപ്പത്തിൻ്റെ ഒരു ഇതുള്ള പോലെ സൂക്ഷിക്കേണ്ട അകലവുമുണ്ട്. നമ്മൾ ഇതിനൊക്കെ സമുദായ സംഘടനകളുടെ മാത്രം കടലിലൂടെ കാണേണ്ടതില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇത് മാത്രം നോക്കിയല്ല. തീർച്ചയായും അവരുടെ സ്വാധീനങ്ങളുണ്ട്. സമുദായ സംഘടനകൾ പറയുന്നത് കേൾക്കാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്ന നല്ല കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കേണ്ടത് സമുദായ സംഘടനകൾ പറഞ്ഞതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല. പല പ്രയോറിറ്റികൾ അതിന് മുന്നിലുണ്ട്. ഇപ്പം NSSനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിനെ എതിർത്ത ചരിത്രമുണ്ട്. 1957 ഈ പറയുന്ന ഞങ്ങളിതിനൊക്കെ എതിരാണെന്ന് പറയുന്ന EMS ഗവൺമെൻറ് വരാൻ കാരണം NSSന്റെ കൂടി നിലപാടാണ്. തോപ്പിൽ ബാസിയുടെ ഇടതുപക്ഷത്തിൻ്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം എഴുതിയ തോപ്പിൽ ബാസി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഈ മന്നത്ത് പത്മനാഭൻ്റെ അനുഗ്രഹം അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുമ്പോൾ തേടുന്നുണ്ട്. മന്നത്ത് പത്മനാഭൻ തന്നെ പറയുന്നുണ്ട്, കൊള്ളാവുന്ന കുറച്ച് നായർ സ്ഥാനാർത്ഥികൾ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്, അവർ ജയിച്ചു വരുമെന്ന് മന്നത്ത് പത്മനാഭൻ പറയുന്നുണ്ട്. ജനാർദ്ദന കുറുപ്പിൻ്റെ ആത്മകഥയിൽ അതുണ്ട്. അങ്ങനെ മന്നത്ത് പത്മനാഭൻ്റെ കൂടി ആശീർവാദത്തോടു കൂടിയാണ് 1957 ഇവരൊക്കെ ആഘോഷിക്കുന്ന ബാലറ്റ് പേപ്പറിലൂടെ വിപ്ലവം വന്നു എന്ന് പറയുന്ന ഗവൺമെന്റ് വന്നത്. പിന്നീട് ഇവരുടെ തന്നെ നയങ്ങളുമായി ബന്ധപ്പെട്ട് NSS എതിർത്തു. അതിന്റെ ബെനിഫിഷ്യറി കോൺഗ്രസ് ആയിട്ടുണ്ട്. പിന്നീട് കേരള കോൺഗ്രസ് വന്നപ്പോൾ കോൺഗ്രസിനെതിരായ പൊസിഷൻ NSS സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് മന്നത്ത് പത്മനാഭൻ കോൺഗ്രസിന് കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും ഞങ്ങൾ എതിർക്കുന്ന ഒരു പാർട്ടിയെ CPM-ന്റെ സമീപനം എന്താ? CPM-നെതിരെ ഒരു പൊസിഷൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടികൾക്കെതിരെ പുലഭ്യം പറയുക, വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുക, കടന്നാക്രമിക്കുക. പക്ഷെ കോൺഗ്രസിന്റെ സമീപനം അതല്ല. NSS ഒരു സാമുദായിക സംഘടന എന്നുള്ള നിലയ്ക്ക് അവർക്ക് അവരുടെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അത് എതിരാണെങ്കിലും അനുകൂലമാണെങ്കിലും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായി NSS എന്നല്ല, കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ സാമുദായിക സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകൾ സമുദായത്തിലുള്ള ആളുകൾ എന്ന് കൂടാതെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ ഈ പറയുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയാൽ അത് നായരെയും ഈഴവനെയും മുസ്ലിമിനെയും ബാധിക്കുന്ന വിഷയമാണ്. ക്രമസമാധാന തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളെ ഈ പറയുന്ന കാസ്റ്റ് ഐഡന്റിറ്റി മാത്രമായി നമ്മൾ എണ്ണരുത്, അതിന് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ജനവികാരത്തിനനുസരിച്ച് സാമുദായിക സംഘടനകൾ നിലപാടെടുക്കും. മനസ്സിലായി. അപ്പോൾ സമുദായ സംഘടനകളുടെ നിലപാടിനെ അല്ലെങ്കിൽ പിന്തുണയെ നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. ഇപ്പോൾ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ BJP വളരെ ഫലപ്രദമായി പരീക്ഷിച്ച് വിജയിച്ചൊരു സാധനമാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2026 പ്രോസ്പെക്റ്റിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് കോൺഗ്രസ് എത്രത്തോളം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്? അല്ല, ഇപ്പം രാഹുൽ ഗാന്ധി അടക്കം ദേശീയ തലത്തിൽ ഇവിടെ പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടായി ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു. സാമൂഹിക നീതിയെക്കുറിച്ച് അതുകൊണ്ട് അദ്ദേഹം ജാതി സെൻസസിനെ കുറിച്ചൊക്കെ പറയുകയും
അത് പ്രയോഗിക്കാനുള്ള ഒരു പരിവർത്തന പദ്ധതി കോൺഗ്രസ് കൊണ്ടുവരികയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ സ്പെക്ട്രത്തിനകത്ത് തന്നെ അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഭാഗമായി വരുന്ന ഇടത്ത് OBC വിഭാഗങ്ങൾക്ക് ഇത്ര, ദളിത് വിഭാഗങ്ങൾക്ക് ഇത്ര എന്നുള്ള നിലയ്ക്ക് കൃത്യമായി പ്രതിനിധാനം പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് ഒരു പത്രസമ്മേളനത്തിൽ ഇവിടെ കൂടിയ മാധ്യമപ്രവർത്തകരിൽ എത്ര OBC ഉണ്ട്, എത്ര SC/ST നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ചോദിച്ച ചോദ്യം റിപ്പോർട്ട് വളരെ വൈറലായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കാരണം അത് അധികാരത്തിൽ മാത്രം ഒതുങ്ങുന്നൊന്നല്ല, കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലായിടങ്ങളിലും, ജുഡീഷ്യറിയിലാകട്ടെ മാധ്യമ സ്ഥാപനങ്ങളിലാകട്ടെ, ജനസംഖ്യാനുപാതികമായി ഏതൊക്കെ ആളുകൾ എവിടെയൊക്കെ ഇരിക്കുന്നു, ആർക്കൊക്കെയാണ് അതിൽ സഫീഷ്യൻ്റ് ഉള്ളത്, ഡെഫിഷ്യൻസി ഉള്ളത് എന്നുള്ള ഒരു വലിയ ചർച്ച, അത് സാമൂഹിക നീതിയുടെ ഭാഗമാണ്. അത് കോൺഗ്രസും അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അധികാര സ്ഥാനങ്ങളിലടക്കം അവഗണിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലും അതുപോലെ സംഘടനയ്ക്കകത്ത് സംഘടനാ സ്ഥാനങ്ങളിലും കൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ നയമാണ്. അത് കേരളത്തിനകത്തും പ്രയോഗവൽക്കരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മനസ്സിലായി. അപ്പോൾ ഇത് ഈ പറഞ്ഞത് സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. ഇനി സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് എത്രത്തോളം എക്യുപ്ഡ് ആണ്? കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനോട് ആദ്യ ഭാഗത്തോട് ഞാൻ വിയോജിക്കുകയാണ്. സോഷ്യൽ മീഡിയ അങ്ങനെ സമ്പൂർണ്ണമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. നറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ആയിരിക്കരുത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗാന്ധിജി പോലും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ജനക്കൂട്ടം പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് ജനക്കൂട്ടം തീരുമാനിച്ചതിനനുസരിച്ച് പോവുക എന്നുള്ളതല്ല. ഇപ്പോൾ ഗാന്ധിജി കിറ്റിൻ്റെ സമരം വളരെ സജീവമായി നിന്നിരുന്നൊരു ഘട്ടത്തിൽ ചൗരി ചൗര ഇൻസിഡന്റ് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കത്തിച്ചപ്പോൾ അന്നത്തെ വികാരത്തിന്റെ ഒപ്പം നിൽക്കാതെ ആളാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് സൃഷ്ടിച്ചിട്ട്, അൻവറിന്റെ കാര്യത്തിലൊക്കെ ഞാനതാണ് പറഞ്ഞത്, ഒരു ട്രെൻഡിന് പിറകെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും പിറകെ പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കിൻ്റെ, ഷെയറിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തുന്നതിൽ രാഷ്ട്രീയമായ ശരികേടുണ്ട്. അത് പോസിറ്റീവാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകളുമായി സംവദിക്കുന്നത്, അതിൽ ലൈക്ക് ഷെയർ കിട്ടുന്നതും നല്ല കാര്യമാണ്, കൂടുതൽ ആളുകൾ റീച്ച് ഉണ്ടാവും നല്ല കാര്യമാണ്. പക്ഷേ അത് മാത്രമായിരിക്കരുത് അതിൻ്റെ മാനദണ്ഡം എന്ന് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ കണ്ടന്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ട്രെൻഡിന് പുറകെ, അപ്പോൾ നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായ പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. 100 ലൈക്ക് തികച്ചില്ലാത്തവർ കേരള നിയമസഭയിൽ MLA-മാരായിട്ടുണ്ട്. ഇപ്പം ലൈക്ക് എന്ന് പറയുന്നതും ഷെയർ എന്ന് പറയുന്നതും ഒരാൾക്ക് 5K ലൈക്ക് കിട്ടുന്നത് ആ നിയമസഭാ മണ്ഡലത്തിൽ ലൈക്കല്ലല്ലോ, കേരളം മൊത്തമുള്ള ലൈക്കല്ലേ. അതിനകത്ത് സജീവമായ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത്, അയാളുടെ പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് അയാൾ എങ്ങനെ ഇടപെടുന്നു എന്ന് പറയുന്നത് നിർണായകമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ ഏകപക്ഷീയമായി സോഷ്യൽ മീഡിയയുടെ പിന്നിൽ ഇഴയുന്നൊരു സമീപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതും നല്ലതാവില്ല എന്നുള്ള അഭിപ്രായമാണ്. മനസ്സിലായി. അതായത് ഇതിന്റെ നല്ല വശങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് താങ്കളുടെ പക്ഷേ. പക്ഷേ നമ്മൾ അത് ചിന്തിക്കുമ്പോൾ KPCCയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, ഡോക്ടർ സരിൻ. അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തേക്കാണ്. അപ്പോൾ ഈ വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിന് വേണ്ട സംഭവങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടോ കോൺഗ്രസ്? തീർച്ചയായും കോൺഗ്രസിന് വളരെ സജീവമായി. സരിൻ പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സരിൻ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കകത്ത് മതിയായ അവസരങ്ങൾ കിട്ടിയ ഒരാളാണ്. സരിൻ ഈ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സരിൻ്റെ പ്രവർത്തന രംഗവും പ്രവർത്തന കാലാവധി എന്നൊക്കെ പറയുന്നത് നമ്മളെക്കാൾക്ക് വളരെ പിറകിൽ നിൽക്കുന്ന ആളാണ്. ഒരു 3-4 വർഷം കൊണ്ട് ഈ ഒരു സ്പിയറിൽ വരികയും അതിനനുസരിച്ച് അതിൽ കൂടുതൽ ഈ പാർട്ടി വളരെ പെട്ടെന്ന് അംഗീകാരം കൊടുക്കുകയും ചെയ്ത ഒരാളാണ്. സരിൻ ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് ഉള്ള സർവീസായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അത് സിവിൽ സർവീസിന് വേറെ നിലയ്ക്ക് കാണണം. എങ്കിൽ പോലും അത്തരമൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആ രംഗത്തെ പ്രവർത്തന മികവിന് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ആദ്യത്തെ തവണ സീറ്റ് കൊടുത്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ വർഷങ്ങളായി പാർട്ടിയുടെ പോഷക സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച വളരെ സീനിയറായ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് സരിന് അവസരം കൊടുത്തു. സരിന് ഇനിയും അവസരം കിട്ടുമായിരിക്കും. പക്ഷേ സരിനെ പോലുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നൊരു കേവലം ഒരു കരിയർ മാത്രമായി ഇതിനെ കാണുകയും രാഷ്ട്രീയമായ ഉള്ളടക്കമില്ലാതെ അതിനെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റിനേക്കാൾ കരിയർ ഓപ്പർച്യൂണിസ്റ്റുകളായിട്ട് ആളുകൾ മാറുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് സരിൻ എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സരിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ അവരുടെ റീച്ചോ അല്ല പാർട്ടി, അവർ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ഒരു നേതാവായാലും സരിൻ എന്ന് പറയുന്നത് ഒരു സൂചകമാണ്. ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു നേതാവായാലും അയാൾക്ക് കിട്ടുന്ന ലൈക്ക്, അയാൾക്ക് കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് പാർട്ടിക്ക് കിട്ടുന്ന റീച്ചാ. നാളെ ഇവരതിൽ നിന്ന് മാറി വേറൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ സ്വീകാര്യത കിട്ടണമെന്നില്ല. ഇവർ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായി ഇതിൽ അഭിരമിച്ചു പോവുകയാണ്. ഞാൻ കാരണമാണ് ഇതൊക്കെ കിട്ടുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് ഇവരതിനകത്ത് വളരെ അപഹാസ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് കേരളം 19 സീറ്റിൽ കേരളത്തിലൊരു രാഷ്ട്രീയ വിജയമുണ്ടായി UDF. അത് ചില ആളുകൾ പോസ്റ്റ് ഇടുകയാണ്, സരിന്റെ പ്രവർത്തന മികവ് കൊണ്ട് 19 സീറ്റിൽ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് അത്തരം പോസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും വ്യക്തിയെ ഓവറായി പ്രൊജക്റ്റ് ചെയ്യുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം കൂടിയാണത്. മനസ്സിലായി. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് അതിനെല്ലാം സജ്ജമാണെന്ന് പറഞ്ഞു, അതും നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ പ്രധാനമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പ്രസ്ഥാനങ്ങളും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങളെ നേരിടും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നേതാക്കന്മാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ എന്നൊരു ആക്ഷേപം തന്നെ കോൺഗ്രസിനെതിരെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പോൾ ഒരുപിടി നേതാക്കന്മാരുണ്ട്, പലരും കഴിവുള്ള നേതാക്കന്മാരാണ്. 2026 കോൺഗ്രസ് ആരെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മറുപടി എന്തായിരിക്കും? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പോൾ AK ആൻ്റണിയും K കരുണാകരനും ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിന് നേരിട്ടിട്ടില്ല. ഇപ്പോൾ 2000 AK ആൻ്റണി മത്സരിക്കുന്ന, നമുക്ക് രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ പോലും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആന്റണി പോലും അത് അവകാശപ്പെട്ടിട്ടില്ല. ഒഫീഷ്യലി പറയുന്നില്ല എന്നുള്ളത്. കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ചോദിച്ചപ്പോൾ ആന്റണി പറഞ്ഞത് അങ്ങനെ കോൺഗ്രസിന് അങ്ങനെ ഒരു രീതിയില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ് പോലൊരു ഇത് പിണറായി വിജയൻ സമം പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ലല്ലോ. കോൺഗ്രസ് പോലൊരു ബഹുജന പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നല്ല ഏത് സ്ഥാനത്തേക്ക് അർഹരായ നിരവധി ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആ അർത്ഥത്തിലുള്ളൊരു ആഭ്യന്തര പ്രശ്നമുണ്ട് എന്ന് കരുതാൻ മാത്രമുള്ളൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ നമ്മളൊരു പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അദ്ദേഹം നേതാക്കന്മാരെ കാണുന്നുണ്ട്, പൊതുപരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്, ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്, പല വിഷയങ്ങളും അദ്ദേഹം ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. അതേസമയം ഇപ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം ഈ പറയുന്നത് പോലെ അടുത്ത തെരഞ്ഞെടുപ്പ് പിടിക്കണം, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് അധികാരം പിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. KPCC പ്രസിഡന്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ പറയുന്നത് പോലെ ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ള പുതിയ നേതൃത്വം, കോൺഗ്രസിന് പുതിയ മുഖം വേണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ ആവശ്യപ്പെടുന്നു. പിന്നെ അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വരും എന്നുള്ള ചില വിലയിരുത്തലുകളൊക്കെ കാണുന്നുണ്ട്. ഇതിലേത് വിശ്വസിക്കാം? അല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ കൂടുതലായി സജീവമാകുന്നു എന്ന് പറയുന്നതിനകത്ത് അത്ര വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സജീവമായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സജീവത കൂടുതലായാൽ പോലും അത് അതിൻ്റെ ആത്യന്തികമായി ബെനിഫിഷ്യറി ആരാ? കോൺഗ്രസ് ആണ്. രമേശ് ചെന്നിത്തല ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? രമേശ് ചെന്നിത്തല ഈ പറയുന്ന സമുദായ സംഘടനകളുടെ യോഗത്തിൽ പോയാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ പോയി സംസാരിക്കുക, അവർ അദ്ദേഹത്തോട് കൂടുതൽ അടുപ്പം കാണിച്ചാൽ ആത്യന്തികമായി അത് റിലേറ്റ് ചെയ്യുന്നത് കോൺഗ്രസ്സുമായിട്ടാണ്. പിന്നെ ഇതിനൊക്കെ അതിര് കവിഞ്ഞ ചർച്ചയാകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം NSSൻ്റെ യോഗത്തിൽ പോയി, SNDP യൂണിയൻ്റെ ഒരു ജാഥയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് സമസ്തയിൽ 2 യോഗങ്ങൾ സംബന്ധിക്കുന്നു. ഒരു സെഷനിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇപ്പോൾ സമസ്തയിൽ അങ്ങനത്തെ ഒരു സെഷനിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവിക. അത്രയൊക്കെ ജൂനിയറായ എന്നെ പോലുള്ള ആളുകളെ പോലും ഇത്തരം സെഷനുകളിലേക്ക് ക്ഷണിക്കുകയോടൊക്കെ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു വലിയൊരു നേതാവ് ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ സ്വാഭാവികമാണ്, വലിയൊരു കാര്യമല്ല. അത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പോലും ഒരു ഘട്ടത്തിൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതിൽ പ്രതീതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ചർച്ചകളൊക്കെ വരുമ്പോൾ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇത്തരം സ്ഥാനങ്ങൾക്ക് പുറകെ പോകലല്ല. അപ്പോൾ അത് ഞാൻ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹവും മറുവശത്ത് പോകുന്നുണ്ട്, മാർത്തോമ കൺവെൻഷനിൽ പോകുന്നുണ്ട്, അതിൽ പ്രസംഗിക്കുന്നുണ്ട്, പല യോഗങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും പ്രതിപക്ഷ നേതാവായാലും മുൻ പ്രതിപക്ഷ നേതാവായാലും ഇത്തരം കാര്യങ്ങൾ സജീവമായി പങ്കെടുക്കുന്നത്, സിവിൽ സൊസൈറ്റി സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, സോഷ്യൽ ഓർഗനൈസേഷൻസിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് അതിനപ്പുറത്തേക്ക് മത്സരത്തിലേക്ക് എത്തുന്ന ഒരു പ്രതീതി മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊക്കെ സ്വാഭാവികമാണ്. കോൺഗ്രസിന്റെ ചരിത്രം താങ്കളെ പോലൊരു മാധ്യമപ്രവർത്തനം അറിയുന്നതാണല്ലോ. 2 AK ആന്റണി K കരുണാകരൻ കാലഘട്ടത്തിൽ റാലി നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പ്രകടനം നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുണ്ട്. ഇത് ഇപ്പോൾ നടക്കുന്നത് എന്താ? ഒരേ ദിവസം 2 സമുദായ സംഘടനകൾ 2 നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് എന്നുള്ളതല്ലേ. 2 സ്ഥലത്തും കോൺഗ്രസിന് റീച്ച് കിട്ടുന്നു എന്ന് നോക്കിയാൽ മതി നമ്മളതിനെ. അതായത് ഈ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഇടയിൽ വലിയ സ്പർദ്ധയൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്.
തീർച്ചയായും നമ്മൾ അതിനെ അങ്ങനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചിലർ കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന ചിലർ പറയുന്നു കോൺഗ്രസിന്റെ പഴയ നേതൃത്വങ്ങളെ, അതായത് പഴയ മുഖങ്ങൾ കണ്ടു മടുത്തു, പുതിയ മുഖങ്ങൾ വരണം. അങ്ങനെയാണെങ്കിൽ വിശ്വപൗരൻ ഇമേജുള്ള ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഉറപ്പായും പിണറായി വിജയനെ താഴെ ഇറക്കാം എന്ന് ചിലർ പറയുന്നു. ശരിയാണ്. അല്ല, ശശി തരൂരിനെ സംബന്ധിച്ച് ഈ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച ഒരാളാണ്. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ പാർട്ടിയുടെ നേതൃത്വത്തിന് അപ്രിയനായി പോകുമെന്നും അദ്ദേഹം ഈ പാർട്ടിയുടെ ഈ കേന്ദ്രത്തിൽ നിന്നും ന്യൂക്ലിയസിൽ നിന്നും പുറത്താകുമെന്നും പറഞ്ഞ ആളുകളുണ്ട്. ഇവിടെ അന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് KC വേണുഗോപാൽ ശശി തരൂരിനെ ഒതുക്കുന്നു എന്ന തരത്തിൽ നിരന്തരം മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിന് ശേഷവും വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരികയാണ്. കോൺഗ്രസ്സിൽ കിട്ടിയ, നമുക്കറിയാം, കോൺഗ്രസിൻ്റെ MP-മാരുടെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ ചുരുക്കം ചില പാർലമെന്ററി കമ്മിറ്റികളിൽ ഒന്നിൻ്റെ അധ്യക്ഷൻ ശശി തരൂരാണ്. ശശി തരൂരിന് വലിയ പരിഗണനയാണ് കോൺഗ്രസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പോലെ ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ ഭാഗമായിരുന്ന ഒരു അന്താരാഷ്ട്ര ബ്രാൻഡായ ശശി തരൂരിനെ പാർട്ടി ഉപയോഗിക്കുന്നത് ദേശീയ തലത്തിലാണ്. കോൺഗ്രസിന്റെ തന്നെ വിദേശ നയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പങ്കാളിയാകണമെന്ന് ആഗ്രഹിക്കാത്ത സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന പങ്ക് ദേശീയ തലത്തിലാണ്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് പാർട്ടിയോ ഈ പറയുന്ന ശശി തരൂരോ പോലും ചിന്തിക്കുന്നില്ല. നേരത്തെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതേപോലെ ഈ KCയും തരൂരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി? അല്ല, എല്ലാ ആക്ഷേപം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് KC വേണുഗോപാൽ എന്ന് പറയുന്നത് വളരെ കേരള രാഷ്ട്രീയത്തിനകത്ത് വളരെ അണ്ടർ റേറ്റഡ് ആയിരുന്ന നേതാവാണ്. അദ്ദേഹത്തെ പലരും കാണുന്നത് ഡൽഹിയിലുള്ള ഏതോ ഒരു അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പ്രത്യേക പദവികളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. KCയുടെ ശത്രുക്കളാണ് അത് പടച്ചുവിടുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചും KC എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വന്തമായൊരു PR വർക്കിനോ അങ്ങനെ ഒരു മാധ്യമ പരിലാളനയ്ക്കോ നിന്നു കൊടുക്കാത്തൊരു നേതാവാണ്. അദ്ദേഹം ഇതിനകത്ത് ഞാൻ ഒരു കൃത്യമായി അത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഒരു കാലത്ത് ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു പോവുക എന്നുള്ള നേതാവാണ്. അത് മാത്രമല്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ മുന്നിലുണ്ടല്ലോ. അദ്ദേഹം ഒരു ദിവസം കൊണ്ട് നേതാവായ ആളല്ലല്ലോ. അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. നന്ദാവനം ക്യാമ്പിലടക്കം ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാവാണ്. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന നേതൃസ്ഥാനത്ത് എത്തുന്നതും കോൺഗ്രസിന്റെ പ്രതാപകാലത്തല്ല. കോൺഗ്രസ് വളരെ ദുർബലമായ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അടുത്ത് നിന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ആ സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ ഒരു റിസ്ക് ഉള്ളൊരു ജോലി ഏറ്റെടുക്കുകയാണ്. പക്ഷേ അന്നൊക്കെ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ മീഡിയയിലെ, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ എവിടെ പരാജയമുണ്ടായാലും KC വേണുഗോപാലാണ് അതിന് ഉത്തരവാദി എന്ന നിലയ്ക്ക് വ്യാപകമായ ആക്ഷേപങ്ങൾ അവിടെ സംഘടിതമായി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയെ തുടർന്ന് ആ പ്രതിച്ഛായയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു നിർത്താൻ മാധ്യമങ്ങൾ പോലും നിർബന്ധിതരായി. അത് അദ്ദേഹം ഈ ഏറ്റെടുത്ത് ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തെ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് ഒരു പുനരുജ്ജീവിപ്പിക്കുന്നതിന് KC നടത്തിയ നിർണായകമായൊരു പങ്കുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം അങ്ങനെ സംഘടിതമായി ശ്രമിക്കുന്നുള്ള അത്തരം ഒരു പരിശ്രമവും അദ്ദേഹം നടത്തുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് മറ്റാരേക്കാളും ഈ പറയുന്ന മുൻതൂക്കം കൊടുക്കുകയാണ്. അദ്ദേഹം ഈ കോൺഗ്രസിനകത്ത് അധികാര തർക്കങ്ങൾ ഒരിക്കൽ പോലും തൻ്റെ സ്വന്തം ആളുകളെ ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാനത്ത് നിയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു പാലക്കാട് നിയമസഭ, ഇപ്പോൾ അവിടെ ചില ആളുകൾ പറഞ്ഞു KC ചില ആളുകളെ കൊണ്ടുവരും. പാലക്കാട് DCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരനാണ്. അദ്ദേഹം അടുപ്പമുള്ള ആളാണ്. കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പല ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അദ്ദേഹം എൻ്റെ നോമിനി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് KC ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടായി. അദ്ദേഹം അതിനകത്ത് ആ പ്രോസസ്സിനകത്ത് ഇടപെട്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ, എനിക്ക് നോമിനികളില്ല എന്ന് പറഞ്ഞു. ഈ അധികാര മത്സരത്തിനകത്ത് പങ്കാളിയാവാതെ മാറി നിൽക്കുകയും നാളെ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമീപനം ഒരു
പാർട്ടി താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. കെ സി ഇപ്പോൾ സെൽഫ് ബൂസ്റ്റിംഗിന് നിൽക്കുന്ന ഒരു നേതാവല്ല എന്ന് താങ്കൾ പറയുമ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു വിവരം അല്ലെങ്കിൽ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ കെ സി തിരികെ വരും. കെ സി 2004 ആ 2001, 2006 കാലഘട്ടത്തിലെ സർക്കാർ UDF സർക്കാർ മാറിയതിനു ശേഷം അദ്ദേഹം ഇവിടുന്ന് ഡൽഹിക്ക് പോയതാണ്. ഇതുവരെ അദ്ദേഹം തിരികെ സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടില്ല. കെ സി ഉടനെ തിരിച്ചു വരും. ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇക്കുറി കെ സി തിരിച്ചു വരുമോ? അല്ല, ഇത് രാഷ്ട്രീയം ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, നാളെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഏതെങ്കിലും സുപ്രധാനമായ പദവി കരസ്ഥമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പോഴേ പ്രവർത്തിക്കുകയോ അതിനുവേണ്ടി അണിയറ നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഒരാളല്ല കെ സി വേണുഗോപാൽ എന്ന് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയും. ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ സുദീർഘമായ വ്യക്തി ബന്ധമുള്ള ആളൊന്നുമല്ല. പക്ഷേ സമീപകാലത്ത് പലപ്പോഴും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ ചില ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കും, പാർട്ടി സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കണമെന്ന് പറയും. അതിനപ്പുറത്തേക്ക് തൻ്റേതായ ആളുകളെ മാത്രം ചില സ്ഥാനങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവിനെ, മറിച്ച് പാർട്ടിയെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് നിന്ന് പയ്യന്നൂരിൽ നിന്ന് വന്ന് പല ശക്തികളും അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തും അദ്ദേഹം അതിനെ അതിജീവിച്ച് ജയിച്ചു വരുന്നുണ്ട്. ഈ ഇലക്ഷൻ പോലും ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ശക്തികൾക്കെതിരായി അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു. അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി പങ്കെടുത്ത ഒരു യോഗത്തിൽ അത്തരം പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഒരു ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുകയും പാർട്ടിയാണ് കോർ, പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പങ്ക് നിർവഹിക്കാനുണ്ടെന്നും VD സതീശൻ അദ്ദേഹത്തിന് പങ്ക് നിർവഹിക്കേണ്ടതും കേരളത്തിലെ കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ച് ഇവിടെ തീരുമാനിക്കപ്പെടേണ്ടത് ആണെന്നും, എന്നാൽ പാർട്ടി അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് അവരെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുമെന്നും പറയുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് പലരും പ്രചരിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ആസൂത്രിതമായ മാധ്യമങ്ങളിലൂടെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കുന്ന പോലെ അത്തരം പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കുക, അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എന്ന്, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ അയോഗ്യനാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം തീർച്ചയായും ഭരണപരമായി കഴിവ് തെളിയിച്ച ആളാണ്, നേതൃപരമായി കഴിവ് തെളിയിച്ച ആളാണ്, നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായ ആളാണ്. പക്ഷേ അതിനുവേണ്ടി പ്രത്യേകം പരിശ്രമം നടത്തുകയോ ഒരിക്കലും ഇപ്പോഴേ പാർട്ടി പ്രതിസന്ധിയിലാക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടല്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും കെ സി 2026 കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായി വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ല, കേരളത്തിൽ എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളത് എന്താ? കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് ഇതുപോലുള്ള ചാനൽ ഫ്ലോറുകളിൽ നടക്കുന്ന ചർച്ചകളിലൂടെയല്ലോ. അതിനകത്ത് ഏത് പാർട്ടിക്ക് ഒരു പാർട്ടി മെക്കാനിസം ഉണ്ട്. അത് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നു, MLA മാർ യോഗം ചേർന്ന് ഹൈക്കമാൻഡിനെ വിശ്വാസം അർപ്പിച്ച് ഹൈക്കമാൻഡിനെ അത് ഏൽപ്പിക്കുന്നു, ഹൈക്കമാൻഡ് അത് തീരുമാനിക്കുന്നു. അത് ചില സമയത്ത് ജയിച്ചു വരുന്ന ഒരു MLA ആകാം. ഇനി MLA അല്ലാത്ത ആളുകൾ വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 2 തവണയും വരുമ്പോൾ അദ്ദേഹം MLA അല്ല, പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ഒരു സന്ദർഭമാണ്. അത് ഒരു അസംഭാവിതയല്ല. അത്ര ഒരു സാഹചര്യം വന്നേക്കാം. അല്ല, രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി ആരാവും. അതിപ്പോൾ കെ സി വേണുഗോപാലിനെ തീരുമാനിച്ചാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും, അത്രയേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ കാര്യങ്ങൾ എന്തായാലും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. താങ്കളോട് പേഴ്സണലി ചോദിക്കുകയാണ്, ഞാൻ 3-4 പേരുകൾ പറയാം, ഇവരിൽ ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് താങ്കളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ സാധിക്കുമോ? 1 രമേശ് ചെന്നിത്തല, 2 VD സതീശൻ, 3 ഡോക്ടർ ശശി തരൂർ, 4 കെ സി വേണുഗോപാൽ. തീർച്ചയായും ഇതിലാര് മുഖ്യമന്ത്രി ആവണം എന്നതിനെക്കുറിച്ച് എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമുണ്ടായിരിക്കും. പക്ഷേ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പലപ്പോഴും മാധ്യമങ്ങളിൽ ചാനലുകളിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനത് പറയുന്നത് അഭംഗിയാണ്. എനിക്ക് അഭിപ്രായമില്ല, പരസ്യമായിട്ട് പറയും. തീർച്ചയായും ഈ താങ്കൾ ഓഫ് ദ റെക്കോർഡ് ചോദിച്ചാൽ ഞാനത് പറയും, വ്യക്തിപരമായിട്ട് പറയും. പക്ഷേ അത് പരസ്യമായി ഞാനെന്നല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള ചർച്ചയിലേക്ക് പോകുന്നത് ഉചിതമല്ല. അത് സംഘടനയുടെ നല്ല സ്പിരിറ്റിന് ചേർന്നുമല്ല. നേതാവിന്റെ പേര് പറയണ്ട, അടുത്ത മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ നിന്നാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അല്ല, ഞാനതിലേക്ക് കിടക്കുന്നില്ല. അത് അഭിലഷണീയമായൊരു പ്രവർത്തനമല്ല. ഞാൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ക്യാമ്പയിനിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായും കോൺഗ്രസ് ലീഡർഷിപ്പ് അതിൻ്റെ നേതൃശേഷിയും അതുപോലെ അനുഭവ സമ്പത്തും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ആരാണ് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുയോജ്യമെന്ന് വിവിധ ഘടകങ്ങൾ തീരുമാനിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കും. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരായാലും ഈ പറയുന്ന നേതാക്കന്മാരെല്ലാവരും അംഗീകരിക്കും. അതിനകത്ത് കോൺഗ്രസ് ഒരു കാലത്തും കെ കരുണാകരനും എ കെ ആന്റണിയും രണ്ട് പാർട്ടികളെ പോലെ നിന്ന ഘട്ടത്തിലും എ കെ ആന്റണി മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായപ്പോൾ കെ കരുണാകരൻ അംഗീകരിച്ചിട്ടില്ലേ? അതിനും വലിയ സാഹചര്യമൊന്നും ഇപ്പോൾ പാർട്ടിയില്ല, അത് അംഗീകരിക്കപ്പെടും. നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഏതായാലും ഒരു ഏർലി സ്റ്റേജാണ്. ഏതായാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ വരട്ടെ. ആ മുറയ്ക്ക് നമുക്ക് വീണ്ടും കോൺഗ്രസിലെ വിശേഷങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി.